വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയും അറിയാം. തുർക്കിയിൽ വെച്ചൊക്കെ സമാധാന ചർച്ചകളൊക്കെ നടന്നുവെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. അസീം മുനീറിനെ ഇന്ത്യൻ അതിർത്തി വരെ ഓട്ടിച്ചിട്ട് അടിക്കുമെന്നാണ് അഫ്ഗാനിസ്ഥാൻ നിലവിൽ പറഞ്ഞിട്ടുള്ളത്. പോരാത്തതിന് ഇനി ചൊറിയാൻ വരരുത് എന്ന് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ട്രൂപ്പെല്ലാം ഇവിടെ റെഡിയായി നിൽക്കുകയാണെന്ന് പറഞ്ഞ ഈ സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാന്റെ ബോസ്റ്റ് പ്രവിശ്യയിൽ പാകിസ്ഥാൻ സൈന്യം വലിയൊരു വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇപ്പോൾ വരുന്നു. ഇതിൽ 10 പേര് മരിച്ചിട്ടുണ്ട് കേട്ടോ. 10 പേര് മരിച്ചതിൽ ഇവിടെ സുഡാപ്പികൾക്ക് പ്രതിഷേധിക്കാനുള്ള നല്ലൊരു വകുപ്പുണ്ട്. പക്ഷെ ഇവന്മാരൊന്നും വാ തുറക്കുന്നില്ല. 9 കുട്ടികളും ഒരു സ്ത്രീയുമാണ് മരിച്ചിരിക്കുന്നത്. 9 കുട്ടികളും ഒരു സ്ത്രീയും. ഇവര് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികളെന്ന്. 9 കുട്ടികളും ഒരു സ്ത്രീയുമാണ് ഇത് മരിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ആകെ 10 പേരെ മരിച്ചിട്ടുള്ളൂ. താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. മരിച്ചവരുടെ ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള ധനസഹായം കൊടുക്കുമെന്ന് അവർ പറയുന്നുണ്ട്. എന്തായാലും ഗർബാജവ ജില്ലയിലെ പ്രദേശവാസിയായ വിലായത്ത് ഖാന്റെ വീടിന് നേരെ 12 മണിയോടെ ആക്രമണം നടന്നു. അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത് എന്നാണ് ഇവർ ഇപ്പൊ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരുപാട് ഇന്റേണൽ പൊളിറ്റിക്സ് ഉണ്ട്. അത് നമ്മൾ ഇതിനകത്ത് ഒരുപാട് ചർച്ച ചെയ്തതാണ്. കാരണം അഫ്ഗാനിസ്ഥാനെ ഒരു പൈപ്പ് ലൈൻ വരുന്നുണ്ടെന്നും അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ അസ്ഥിരമാക്കി നിർത്തേണ്ടത് പാകിസ്ഥാന്റെ പുറകെ അമേരിക്കയുടെ ഏറ്റവും വലിയ കാര്യമാണെന്നും അതുകൊണ്ട് തന്നെ അമേരിക്ക അറിയാതെ ഒരു വ്യോമാക്രമണം അഫ്ഗാനിസ്ഥാനോട് നടത്താൻ ഒരു സാധ്യതയില്ല. പിന്നെ ബഗ്രാം വ്യോമത്താവളം അമേരിക്കയ്ക്ക് പിടിച്ചെടുക്കണം. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാന്റെ വീണ്ടും ഇപ്പോൾ ഉള്ള ഭരണത്തിനെ ഒന്ന് ഉലയ്ക്കണം. അവിടേക്ക് അമേരിക്കയ്ക്ക് ഒരു ലൂപ്പ് ഹോൾ അകത്തോട്ട് കയറി വരണം. പോരാത്തതിന് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായിട്ട് അടുക്കുന്നുണ്ട്, ചൈനയുമായിട്ട് അടുക്കുന്നുണ്ട്. ഇതും അമേരിക്കയ്ക്ക് വലിയ പ്രശ്നമാണ്. ബലൂചിസ്ഥാനിൽ വന്ന് റെയർ എർത്ത് മെറ്റൽസ് എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ അതിന്റെ പിന്നിലുണ്ട് എന്നിരുന്നാൽ പോലും ഇവരിങ്ങനെ നിരന്തരമായിട്ടുള്ള ആക്രമണം നടത്തുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ശക്തമായിട്ടൊരു തിരിച്ചടി ഇപ്പോഴും പാകിസ്ഥാന് കൊടുത്തില്ല. അവർ ഈ അതിർത്തിയിൽ കിടന്ന് തിരിച്ചടിക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം പിന്നെ ഒരു ചാവേർ ആക്രമണം ഉണ്ടായല്ലോ പാകിസ്ഥാനിൽ. അപ്പൊ അതിന്റെ ഒരു തിരിച്ചടിയായിട്ടായിരിക്കാം ഇതിപ്പോ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അനുമാനിക്കാം. ഇതൊന്ന്. ഇനി രണ്ടാമത്തെ വിഷയം കുറച്ചുകൂടെ സീരിയസ് ആണ്. സീരിയസ് ആണെന്ന് പറയുമ്പോൾ ജപ്പാനും ചൈനയും തമ്മിലുള്ള ഒരു സംഘർഷം ഉടലെടുത്തിട്ടുണ്ട്. ഈ ജപ്പാൻ ചൈനയ്ക്ക് നേരെ പ്രയോഗിക്കാനുള്ള മിസൈലുകളൊക്കെ തയ്യാറാക്കി വച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈനയുടെ ഗേറ്റിൽ ജപ്പാൻ മിസൈലുകൾ വിന്യസിച്ചു എന്നാണ്. ഡ്രാഗൺ അപായമണി മുഴങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടിടത്ത്, അതായത് ഇന്ത്യയുടെ ഇപ്പുറത്തും ഇന്ത്യയുടെ അപ്പുറത്തും 2 യുദ്ധമുഖങ്ങൾ തുറക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ബിജുചേട്ടൻ ഇത് പറഞ്ഞതേ ഉള്ളൂ. യുദ്ധ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം തർക്കത്തിലൂടെ ഉടലെടുത്തു എന്ന് ചൈനയും ജപ്പാനും തമ്മിൽ. ഇപ്പൊ യുദ്ധ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം, യുദ്ധത്തിനായിട്ട് മിസൈലൊക്കെ എടുത്ത് പുറത്ത് വെച്ച ചൈനയ്ക്ക് നേരെ തിരിച്ചു വെച്ചിരിക്കുകയാണ് ജപ്പാന്റെ മുന്നിലും അമേരിക്കയാണെന്ന് നമുക്കറിയാം. അപ്പോ ഇന്ത്യയുടെ അപ്പുറവും ഇപ്പുറവും അസ്ഥിരമാകുമ്പോൾ ഇന്ത്യ ഇതിനെ ഏത് തരത്തിലാണ് നോക്കിക്കാണുന്നത്? നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ടോ? എനിക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത് ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ടുള്ള ഈ സംഘർഷത്തിൽ ഇനി അഫ്ഗാനിസ്ഥാന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഞാൻ ഈ വാർത്തകൾ കണ്ടത് കൂട്ടത്തിൽ ഇതിനോട് ചേർത്ത് വെക്കപ്പെടാൻ പറ്റുന്ന മറ്റൊരു വമ്പൻ വാർത്തയുണ്ടായിരുന്നു. ആ വാർത്ത നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം അത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ശ്രീ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിലേക്കുള്ള യാത്ര റദ്ദ് ചെയ്തു. ഇത് ഇസ്രായേലി മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ 3ാമത്തെ തവണയാണ് ഈ യാത്ര റദ്ദാക്കുന്നത്. സെപ്റ്റംബർ 9 അദ്ദേഹം ഒരു ദിവസം സന്ദർശനത്തിന് വരാനിരുന്നപ്പം ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 17 തെരഞ്ഞെടുപ്പ്. അപ്പം അത് കൊണ്ട് അദ്ദേഹത്തിന് ഷെഡ്യൂൾ വ്യത്യാസം വന്നു, ഇങ്ങോട്ട് വന്നില്ല. അപ്പൊ ഇപ്പോൾ ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിക്കാനായിരുന്നത് അത് മാറ്റിക്കൊടുന്നതിന്. പക്ഷെ ഒഫീഷ്യലായിട്ടുള്ള ഔദ്യോഗിക വിസ്തീർണമൊന്നും വന്നില്ല. ഞാൻ ന്യൂസിന്റെ ആ വാർത്ത ഞാനാണ് എടുത്തത്. അപ്പൊ ഞാൻ എടുത്തപ്പോൾ അതിൽ പറഞ്ഞു പോയൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ അതിൽ പറയുന്ന കാര്യം ഇപ്പൊ ദില്ലിയിൽ സ്ഫോടനം നടന്നല്ലോ, അതുകൊണ്ട് സുരക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു യാത്ര റദ്ദാക്കിയതെന്നാണ് ഈ മാധ്യമങ്ങളെല്ലാം പറയുന്നത്. പക്ഷെ അതിൽ ഞാനൊരു വരി കൂടെ ചേർത്തിരുന്നു. അത് ഒരു ഗസ് പോലെ, ഇല്ലെങ്കിൽ നമ്മുടെ ഒരു നിഗമനം പോലെ വരി കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായേക്കും എന്നുള്ളൊരു കാരണം കൂടി കൊണ്ടായിരിക്കും അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു ഭരണാധികാരി ഇങ്ങോട്ടേക്കുള്ള വരവ് മാറ്റിവെച്ചതെന്ന്. ഇപ്പോൾ അത് ഏതാണ്ടൊക്കെ ശരിയായി വരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം ഇവിടെ വരാൻ പോകുന്നു. അദ്ദേഹം വരുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ വാർ നടക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു ഭരണാധികാരികൾക്ക് ഇവിടെ വരാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ പ്രത്യേകിച്ച് നെതന്യാഹുവിന് ഒട്ടും കഴിയില്ല. കാരണം അത്രത്തോളം സെക്യൂരിറ്റി ഉള്ള ഒരു ഭരണാധികാരിയാണ് ലോകത്തിൽ തന്നെ. കാരണം ഒരുപാട് ഭീകര സംഘടനകൾ നോട്ടമിട്ടിട്ടുള്ള, ഒരുപാട് ഭീകര രാജ്യങ്ങൾ നോട്ടമിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് ഇത്രയും ദൂരം ഇന്ത്യ പോലെ ഒരു രാജ്യത്തേക്ക് പറന്നിറങ്ങുക എന്ന് പറഞ്ഞാൽ ഈ റിസ്ക് എടുത്ത് വരിക അസാധ്യമായ ഒരു കാര്യം. ആ റിസ്ക് എടുക്കാൻ ഒരു ഭരണാധികാരിയും തയ്യാറാകില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യം. എന്തായാലും ആ യാത്ര റദ്ദാക്കുന്നത് ഒരുപക്ഷെ ഇതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണോ എന്നൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു ആ വാർത്ത പറഞ്ഞപ്പോൾ. പക്ഷെ ഇപ്പോൾ അത് അറം പറ്റിയാണ് ഏകദേശം ശരിയായിട്ട് വരുന്നുണ്ട്. ഈ അഫ്ഗാനിസ്ഥാനില് കഴിഞ്ഞ ദിവസം പെഷവാറിൽ ഒരു വലിയ ചാവേർ ആക്രമണം ഇന്നലെയായിരുന്നത്.
അവിടുത്തെ ഒരു അർദ്ധ സൈനിക ആസ്ഥാനത്തേക്ക് അജ്ഞാതർ ഇരച്ചു കയറി വെടിവെക്കുകയും 3 സൈനികർ കൊല്ലപ്പെടുകയും വലിയ രീതിയിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തു. അതിനകത്ത് ബാക്കി ഡീറ്റെയിൽസുകളൊന്നും പിന്നീട് അവിടുന്ന് വന്നതുമില്ല. അപ്പോൾ വലിയ രീതിയിൽ തന്നെ അവിടുത്തെ ഒരു ആക്രമണമാണ് നടത്തിയത്. സ്ഫോടനമുണ്ടായി ആ ആസ്ഥാനത്തിനകത്ത് എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു വലിയ സംഘർഷത്തിന് കാരണമാകുമല്ലോ. അതായിരിക്കാം ഒരു പ്രധാനപ്പെട്ട വിഷയം. ഏതായാലും ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഏതാണ്ട് അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ 10 ഇടങ്ങളിലാണ് വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. 10 ഇടങ്ങളിൽ. 10 ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. വലിയ രീതിയിൽ തന്നെയാണ് വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. ഇത് പിന്നെ സ്ത്രീകളും കുട്ടികളും ആകുമ്പോൾ പിന്നെ അവർക്ക് തന്നെ അതൊരു മനുഷ്യാവകാശമില്ല. മറ്റുള്ളങ്ങളിലാകുമ്പോൾ ഗസയിലാണെങ്കിൽ അത് മനുഷ്യാവകാശവും അഫ്ഗാനിസ്ഥാനിൽ അത് മനുഷ്യാവകാശവും അല്ലാതെ പോകുന്ന ഇരട്ടത്താപ്പാണ്. ഇത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഇരട്ടത്താപ്പാണ്. ഭീകരവാദത്തിൽ ഇരട്ടത്താപ്പ്, എണ്ണ വാങ്ങുന്നതിൽ ഇരട്ടത്താപ്പ്, എല്ലാത്തിനും ഇരട്ടത്താപ്പാണ്. അപ്പൊ ഇത് അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് വിരോധങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ ഇതൊരു യുദ്ധത്തിലേക്ക് ആത്യന്തികമായി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്ന് മറ്റൊരു രാജ്യത്തിന്റെ മണ്ണിലേക്ക് വ്യോമാക്രമണം നടത്തുന്നതിന് യുദ്ധപ്രഖ്യാപനമായിട്ട് തന്നെ വേണം കാണാൻ. ഈ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യുന്നു. മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്ന ചില സാധ്യതകളുണ്ടായിരുന്നു. ആ സാധ്യതകൾ അതിലൊന്ന്, അഫ്ഗാൻ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായാലും ആത്യന്തികമായ അത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമായി മാറും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതകളാണ് എങ്ങും നിലനിൽക്കുന്നത്. ഇതിനിടയിലാണ് ഈ തായ്വാനെ ചൊല്ലി ചൈനയുമായിട്ടുള്ള തർക്കം ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ചൈനയും ജപ്പാനും നിരന്തര വൈരികളാണ്, ശത്രുക്കളാണ്. അപ്പം കുറച്ചു നാളായിട്ട് ഈ ചൈനയും ജപ്പാനും നേർക്കുനേർ ഏറ്റുമുട്ടുന്നില്ലായിരുന്നു. പക്ഷെ ഇത് അപ്രതീക്ഷിതമായി ഇപ്പോൾ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കും. കഴിഞ്ഞ ദിവസം ജപ്പാൻ അമേരിക്കയുടെ സൈനിക സഹകരണ സഖ്യത്തിൽ പെടുന്നതാണ് ജപ്പാൻ. അതായത് ജപ്പാനെ ആരെങ്കിലും ആക്രമിച്ചാൽ അമേരിക്ക ജപ്പാനോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പോരാടും. അതാണ് അവരുടെ റൂള്, അവരുടെ കരാറിന്റെ ഭാഗമാണത്. അതായത് അവർ സംരക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. അവിടെ ഈ ചൈന എന്താണ് ജപ്പാനുമായിട്ടുള്ള ഉടക്കിന് കാരണം എന്ന് വെച്ചാൽ, അവിടെ യോനാഗുനി എന്ന് പറയുന്ന ഒരു ദ്വീപ്, ആ ദ്വീപ് മാത്രമല്ല ഇഷിഗാക്കി, മിയാക്കോ തുടങ്ങിയ ദ്വീപുകളുമുണ്ട്. ഇതൊക്കെ ചൈന കുറെ നാളായിട്ട് അവകാശവാദം ഉന്നയിക്കുന്ന ദ്വീപുകളാണ്. ചൈനയുടേതാണ് എന്ന് പറയുന്ന ദ്വീപുകളാണ്. ഇതിനെ ചൊല്ലിയാണ് ഒരു തർക്കമുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ തായ്വാന്റെ 112 കിലോമീറ്ററിനടുത്താണ് ഈ പറയുന്ന യോനാഗുനി ദ്വീപുള്ളത്. ഇതൊരു സൈനിക താവളമാണ്. ഈ സൈനിക താവളം അമേരിക്കയുടെയും മറ്റും വിമാനങ്ങളും സൈനിക ഉപകരണങ്ങളും അമേരിക്കയും ജപ്പാനും കൂടെ ചേർന്നിട്ടുള്ള ഒരു സൈനിക താവളമാണ്. അവിടെയാണ് കഴിഞ്ഞ ദിവസം ഒരു മിസൈൽ വിന്യസിച്ചത്. അതായത് തായ്വാന്റെ 112 കിലോമീറ്റർ അകലെയാണ് ഈ മിസൈൽ വിന്യസിച്ചിരിക്കുന്നത്. 112 കിലോമീറ്റർ ഒരു കിലോമീറ്റർ അല്ലെന്ന് അറിയാമല്ലോ മിസൈലിനെ സംബന്ധിച്ച്. ഏറ്റവും കുറഞ്ഞ മിസൈലൊക്കെ തന്നെ 300 കിലോമീറ്റർ റേഞ്ചാണുള്ളത്. അപ്പോൾ പിന്നെ 300 പറഞ്ഞാൽ അതിനപ്പുറം പോകുന്നത്. അപ്പൊ 112 ഒന്നുമല്ല. അതായത് അവരുടെ മിസൈലിന്റെ പോർ മുനയിൽ ആണിപ്പോൾ തായ്വാൻ നിൽക്കുന്നത്, ജപ്പാന്റെ. അതൊരു ആംഗിളാണ്. കഴിഞ്ഞ ദിവസം ട്രംപ് ഈ തായ്വാന്റെ കാര്യത്തിൽ ഒരു ഡബിൾ ഗെയിം കളിച്ചിരുന്നു. ട്രംപ് ഇപ്പൊ അടുത്ത വർഷം ആദ്യം ഏപ്രിലോടുകൂടി ചൈനയിൽ പോകുമെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് അങ്ങനെയാണ് പറയുന്നത്, ചൈന പറഞ്ഞിട്ടില്ല, ട്രംപ് പറയുന്നത്. അപ്പോൾ ട്രംപ് തായ്വാന്റെ വിഷയത്തിൽ ഒരു അഴകുഴമ്പൻ നയമാണ് എടുക്കുന്നത്. അത് ചൈന എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ. കാരണം ചൈനയെ സംബന്ധിച്ച് 2027 മുമ്പ് തായ്വാൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഷീ ജിൻപിങ് അവിടെ അധികാരത്തിൽ ഏറുമ്പോൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പാണ്. അത് മാത്രമല്ല അവരുടെ ഭരണകൂടം എടുത്തിട്ടുള്ള എന്താണ് പറയുന്നത്, ഒരു പ്രതിജ്ഞയാണത്. ഇപ്പൊ എടുത്തേ പറ്റൂ 2027 മുമ്പ്. ഇവിടെയാണ് ഇപ്പോൾ ജപ്പാനെ കൊണ്ട്, അതായത് എനിക്ക് പലപ്പോഴും ട്രംപിന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ധനുഷ് എപ്പോഴും പറയും അന്യൻ സിനിമയിലെ മറ്റേ വിക്രത്തിന്റെ കഥാപാത്രം അമ്പിയും അന്യനെയും പോലെ. ഒരു ഭാഗത്ത് ചൈനയുമായിട്ട് വളരെ രസകരമായിട്ട് അദ്ദേഹം പോകുന്നു, അടുത്ത വർഷം ഞങ്ങൾ അവിടെ വരുന്നു, ഭയങ്കര ദോസ്തായിട്ട് പോകുന്നു. അതേ സമയത്ത് തന്നെ നേരിട്ടിടപെടാതെ ജപ്പാനെ കൊണ്ട് മിസൈലുകളും മറ്റും വിന്യസിച്ചുകൊണ്ട് തായ്വാനെ തട്ടും എന്നുള്ള രീതിയിൽ ജപ്പാനെ കൊണ്ട് പ്രസ്താവനകൾ നടത്തുന്നു. ഇതുകൂടാതെ തന്നെ ഇഷിഗാക്കി, മിയാക്കോ ദ്വീപുകളിലും ജപ്പാനും ഈ അമേരിക്കയും ഒക്കെ ചേർന്ന് നിരീക്ഷണ പറക്കലുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്കൊരു സംഭവം നടന്നിരുന്നു. തായ്വാൻ കടലിടുക്കിനും കിഴക്കൻ ചൈന കടലിടുക്കിനും ഇടയിലൂടെ പോകുന്ന ഷിപ്പുകൾക്ക് ചൈന ഒരു ഉപരോധം പ്രഖ്യാപിച്ചായിരുന്നു. ഞങ്ങളുടെ ഏരിയയാണ്, ഞങ്ങൾ ഇവിടൊക്കെ ആണെങ്കിൽ ചോദിക്കണം. ഇതാണ് ഇപ്പോഴത്തെ സംഘർഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ തായ്വാനെ ആക്രമിക്കും എന്നുള്ള കാര്യം ട്രംപിനും ഉറപ്പാണ്. ട്രംപ് തായ്വാന്റെ കാര്യത്തിൽ വലിയ ഒരു ഇനിഷ്യേറ്റീവോ ഇല്ലെങ്കിൽ വലിയ ഗീർവാണോ ഒന്നും ഇപ്പൊ അടിക്കുന്നില്ല. പക്ഷെ നേരെ മറിച്ച് ജപ്പാന്റെ കാര്യത്തിൽ ട്രംപിന് അങ്ങനെ കൈയൊഴിയാൻ കഴിയില്ല. കാരണം തായ്വാൻ ആക്രമിക്കുകയാണ് എങ്കിൽ ട്രംപ് മുമ്പ് പറഞ്ഞ് ഞങ്ങളുണ്ടാകും, ഞങ്ങളെ രക്ഷിക്കും എന്നൊക്കെയാണ് ട്രംപ് മുമ്പ് പറഞ്ഞിടുന്നത്. ട്രംപിന്റെ വാക്കും കേട്ട് ഇറങ്ങിയ ഒരാളുടെ അവസ്ഥ ഇപ്പൊ അറിയാമല്ലോ, ഉക്രൈനിൽ കിടന്ന് സെലൻസ്കി അനുഭവിക്കുന്നത്.
അങ്ങോട്ട് ഇറങ്ങാനും വയ്യ, കയറാനും വയ്യാത്ത അവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത്. ട്രംപിന്റെ വാക്കല്ല, ബൈഡന്റെ വാക്ക്, അമേരിക്കയുടെ വാക്ക് ഇങ്ങോട്ട് ഇറങ്ങിയതാണത്. അതേപോലെ തന്നെയാണ് ഇപ്പോ തായ്വാന്റെ അവസ്ഥ. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ തായ്വാൻ ടാർഗറ്റിൽ നിന്ന് മാറിയിട്ട് ജപ്പാൻ ചൈന പോരിലേക്ക് അത് നീങ്ങിയിരിക്കുകയാണ്. ഏത് നിമിഷവും അടിക്കും എന്നുള്ള ചൈന പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ പരമാധികാരത്തിൽ കയറി നിങ്ങൾ കൈ കടത്തരുത്, കൈ കടത്തി കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. ജപ്പാൻ പറഞ്ഞിരിക്കുന്നത് തായ്വാനെ നിങ്ങൾ ലക്ഷ്യം വെച്ചാൽ ഞങ്ങൾ തടയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ജപ്പാൻ ഓൾറെഡി, അമേരിക്ക വന്നില്ലെങ്കിൽ ജപ്പാൻ വന്നാൽ അമേരിക്കക്ക് വരാതിരിക്കാൻ കഴിയില്ല. ഇതാണ് ഇതിന്റെ ഒരു കളി. അതായത് അമേരിക്ക നേരിട്ട് ഇടപെടുന്നില്ല. എല്ലാ കാലത്തും എല്ലായിടത്തും അമേരിക്ക ചെയ്യുന്ന തന്ത്രം അതാണ്. ഇന്ത്യ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം പാകിസ്ഥാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് ആക്രമിക്കുക. ഇത് തന്നെയാണ് എല്ലായിടത്തും നടത്തുന്ന പണി. ഇതിനിടയിൽ പുള്ളി ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ ചൈനയിലേക്ക് പോകുന്നുണ്ട്, ഇന്ത്യയുമായിട്ട് വ്യാപാര കരാർ വെക്കുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അതായത് ഒരു സമയത്ത് അദ്ദേഹം ഒരു അമ്പിയായി മാറുകയും സമയത്ത് അദ്ദേഹം ഒരു അന്യനായി മാറുകയും ചെയ്യുന്ന ഒരു വ്യത്യസ്ത കഥാപാത്രമാണ് അദ്ദേഹം. അത് എന്താകും ഇനി എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇത് ഏത് രീതിയിൽ മുമ്പോട്ട് പോകുമെന്ന് അറിയില്ല. ഒരുപക്ഷെ രണ്ട് പക്ഷം ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ തായ്വാനെ ഒന്ന് സുഖിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക ഒരുക്കിയ കെണിയാണോ ഇതൊന്നും അറിയില്ല. അതായത് കണ്ടില്ലേ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ മിസൈലും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് ജപ്പാനെ കൊണ്ട് വെക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഇതിന്റെ ഒരു കലിപ്പിൽ ചൈന കയറി തായ്വാൻ പിടിച്ചു കഴിഞ്ഞാലും ഇവര് അനങ്ങാതിരിക്കുകയാണ് തീർന്നില്ല. അതായത് നേരെ ഒന്നും ആക്രമിക്കാതെ തായ്വാൻ പിടിച്ചെടുത്തു കഴിഞ്ഞാലും ആ സംഘർഷം വളരെ ഈസി ആയിട്ട് പോകും. ഇതിനകത്ത് അമേരിക്ക അടക്കം വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ തായ്വാനെ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചുള്ളൂ. നമ്മുടെ രാജ്യമൊന്നും തായ്വാനെ രാജ്യമായിട്ട് അംഗീകരിച്ചിട്ടില്ല. നമ്മളിപ്പോഴും ചൈനയുടെ പ്രവിശ്യമായിട്ട് തന്നെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം കൂടെ ഇതിൽ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ജിയോ പൊളിറ്റിക്സ് അനുനിമിഷം മാറുകയാണ്. അതായത് ഒരു മാസം മുമ്പ് വരെ ജപ്പാൻ നമ്മൾ ചർച്ച ചെയ്യുന്ന യുദ്ധത്തിന്റെ റഡാറിൽ ഇല്ലെങ്കിൽ ആ ഭൂപടത്തിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യമല്ല. ജപ്പാനെ കുറിച്ച് നമ്മൾ ആരും പറഞ്ഞിരുന്നില്ല. നമ്മൾ ജപ്പാനെ കുറിച്ച് ആകെ കുറച്ചു നാൾക്ക് മുമ്പ് ചർച്ച ചെയ്തത് ശ്രീമാൻ നരേന്ദ്രമോദി ജപ്പാനിൽ പോയപ്പോൾ മാത്രമാണ്. അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടായ കഥ കൂടെ നമ്മൾ പറഞ്ഞു. അല്ലാതെ പിന്നെ നമ്മൾ ജപ്പാനെ കുറിച്ച് പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ ജപ്പാൻ വളരെ ആക്റ്റീവായിട്ട് തന്നെ നമ്മുടെ യുദ്ധഭൂപടത്തിലേക്ക് എത്തുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ജിയോ പൊളിറ്റിക്സ് ഇങ്ങനെ അനുനിമിഷമാണ് മാറുന്നത്. ഒരുപാട് കാലമൊന്നും വേണ്ട. ഇന്ന് കാണുന്ന മിത്രം നാളെ ശത്രു, നാളത്തെ ശത്രു പിന്നെ മിത്രവുമായി മാറുന്ന മനോഹരമായ കാഴ്ച. അതും പെട്ടെന്ന് ഇന്ന് രാവിലെ കാണുന്ന ഒരു കാഴ്ചകളല്ല നമ്മൾ ഇന്നിപ്പോ ലോകത്ത് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കാണുന്നത്. അങ്ങനെ എല്ലാം മാറി മറിയുകയാണ്. ഏതായാലും അഫ്ഗാനിൽ നടത്തിയ ഒരു ആക്രമണം അത് ഇനി അഫ്ഗാനിസ്ഥാൻ ക്ഷമിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇത് സാധാരണ അതിർത്തി നടക്കുന്ന ഒരു വെടിവെപ്പല്ല, അതിർത്തി കടന്ന് നടത്തിയ ഒരു വ്യോമാക്രമണമാണ്. ഇതൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. യുദ്ധം എന്ന് ഞാൻ പറയുമ്പോൾ ഒരു തുറന്ന വാറിലേക്ക് ആയിരിക്കില്ല ഒരു പക്ഷെ പോകുന്നത്. പാകിസ്ഥാനിലുടനീളം വലിയ സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ടായിരിക്കാം ഇതിന് അഫ്ഗാനിസ്ഥാൻ പ്രതികാരം ചെയ്യുന്നത്. ഇത് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ തളയ്ക്കും. ഇതിൽ നിന്ന് ശ്രദ്ധ നേടാൻ പാകിസ്ഥാന് പിന്നെ കഴിയുന്ന ഒരേ ഒരു കാര്യം ഇന്ത്യയെ ചൊറിയുക, ഇന്ത്യയുടെ നിന്ന് കിട്ടുന്നത് വാങ്ങി കൂട്ടുക എന്നുള്ളതാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ കിഴക്ക് ഭാഗത്ത് ഒരുത്തിന് ഒരുങ്ങിയിരിപ്പുണ്ട്, അവനും കിട്ടാൻ സാധ്യതകൾ കൂടുതലാണ്. ബംഗ്ലാദേശിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്.